ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡറിലെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതായത് OCD. ഈ OCD എന്നുള്ള ഈ ഒരു വേർഡ് നമ്മളിപ്പോൾ പൊതുവെ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡറിലെ ഓരോ ഡിസോർഡേഴ്സിൻ്റെയും പേര് നമ്മൾ പൊതുവേ എന്തായി കേൾക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഓരോ പേരും അല്ലേ. അപ്പോൾ OCD എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Obsessive compulsive disorder is a mental disorder characterized by persistent unwanted thoughts, images, or urges, obsession, okay, and repetitive behavior or mental act, compulsion, okay, performed to reduce anxiety or distress. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതായത് OCD എന്നത് ഇപ്പോൾ ആവർത്തിച്ച് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അനാവശ്യമായ ഒരു നിയന്ത്രിക്കാനാവാത്തതായ ചിന്തകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രേരണകളൊക്കെ, അർജേഴ്സ് അതേപോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിനാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കമ്പൾഷൻ ഇതിൽ ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത് അവ മൂലം ഉണ്ടാകുന്ന, അതായത് നമുക്കൊരു ചിന്ത വരാണല്ലോ, ഈ ചിന്തകൾ മൂലം ഉണ്ടാകുന്ന നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ചിന്തകൾ പ്രവൃത്തിയിലേക്ക് വരുന്നതാണ് കമ്പൾഷൻ, ചിന്തയാണ് ഒബ്സഷൻ. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഒബ്സസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് റെഫർ ടു റിക്കറൻറ്റ് persistent unwanted thoughts, urges, images that repeatedly enter a person's mind and cause anxiety or distress. പറയുന്നത് മനസ്സിലേക്ക് ആവർത്തിച്ച് കടന്നു വരുന്ന ചിന്ത, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള അനാവശ്യ ചിന്തകൾ, പ്രേരണകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ. ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക അല്ലേ, വാതിൽ പൂട്ടിയോ എന്ന ചിന്ത വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ ഒബ്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ വാതിലെല്ലാവരും ഡോറെല്ലാവരും ലോക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഡോറെല്ലാവരും ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് കടന്നു. ഈ കടന്നതിന് ശേഷം നമുക്ക് ചിന്ത വരാനും ഡോർ ലോക്ക് ചെയ്തോ എന്നുള്ള ചിന്ത വീണ്ടും 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 വരാം. അതാണ് അൺവാണ്ടഡ് തോട്ട്സ് എന്ന് പറയുന്നത്. അതാണ് വീണ്ടും വീണ്ടും വരുന്നത്, ചിന്തകൾ വീണ്ടും വീണ്ടും വരിക, ലോക്ക് ചെയ്തോ എന്നുള്ള ചിന്ത. അതാണ് ഒബ്സസീവ്. കമ്പൾസീവ് എന്ന് പറഞ്ഞാൽ കമ്പൾസീവ് റെഫർ ടു റിപ്പീറ്റഡ് ബിഹേവിയർ ഓർ മെന്റൽ ആക്ട്സ് ദാറ്റ് പേഴ്സൺസ് ഫീൽ ഡ്രിവൻ ടു പെർഫോം ടു റെഡ്യൂസ് ആൻസിറ്റി കോസ്ഡ് ബൈ ഒബ്സസീവ് തോട്ട്സ്. നമ്മൾ ഈ ഒരു ചിന്ത ഉണ്ടല്ലോ, അതായത് ഈ ഡോർ ലോക്ക് ചെയ്തോ എന്നുള്ളൊരു ചിന്ത ഒബ്സസീവിൽ, ഈ ഒരു ചിന്ത ആണ് നമുക്ക് അൺവാണ്ടഡ് തോട്ട്സ് ആണ് നമുക്ക് ഒബ്സസീവിൽ വരുന്നതെങ്കിൽ, കമ്പൾസീവിൽ വരുന്നത് ഈ ചിന്ത അല്ലേ, നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഈ ഡോർ ലോക്ക് ചെയ്തോ എന്നുള്ളൊരു ചിന്ത നമ്മൾ പിന്നെ അവിടെ പോയി ചെക്ക് ചെയ്യാൻ നിർത്തും. അതാണ് കമ്പൾസീവ്. കമ്പൾസീവ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ചിന്ത പ്രവൃത്തിയിലേക്ക് വരുന്നത്. പ്രവൃത്തിയാണ് കമ്പൾസീവ്, ചിന്തയാണ് ഒബ്സസീവ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കൈ കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്, കഴുകിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് OCD പ്രശ്നമുള്ളത് നമ്മൾ കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴുകിക്കൊണ്ടേ ഇരിക്കുന്ന സംഭവമാണ് കമ്പൾസീവ്. ആ കഴുകണോ എന്നുള്ളൊരു ചിന്ത, എൻ്റെ കയ്യിൽ ചളിയുണ്ടോ അങ്ങനത്തെ ഒരു സംഭവം കഴുകിയിട്ട് പിന്നൊരു ഒരു 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 തൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ പിന്നെയും കഴുകണോ എന്നുള്ള ചിന്ത വരുന്നതാണ് ഒബ്സസീവ്. സിംറ്റംസ് നോക്കാം. ഒബ്സഷൻ്റെ ഫിയർ ഓഫ് കണ്ടമിനേഷൻ എന്ന് പറഞ്ഞാൽ ജെംസ്, ഡേർട്ടി അതിനോടൊക്കെയുള്ള ഒരു ഫിയറാണ്. രോഗാണുക്കൾ അല്ലെങ്കിൽ അണുബാധ അതിനോടൊക്കെയുള്ളൊരു ഫിയറാണ്. അടുത്തത് ഫിയർ ഓഫ് ഹാമിങ് സെൽഫ് ഓർ അതേഴ്സ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. നീഡ് ഫോർ സിമെട്രി ആൻഡ് ഓർഡർ, അതായത് എല്ലാം ഒരു ക്രമത്തിലായിരിക്കണം എന്നൊരു ആവശ്യം, എല്ലാം കൃത്യമായി ക്രമത്തിലായിരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവിടെ വരുന്നത്. അടുത്തത് അൺവാണ്ടഡ് സെക്ഷൽ തോട്ട്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട്സ് വരിക. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഡോർ ലോക്ക് ചെയ്തോ അങ്ങനത്തെ തോട്ട്സ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കൂടുതൽ വൃത്തി അതിനോടായിരിക്കും, ചിലപ്പോൾ അങ്ങനത്തെ ഒരു അൺവാണ്ടഡ് തോട്ട്സ്, സെക്ഷൽ തോട്ട്സ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. നമുക്ക് ഓരോ സംഭവത്തിനോടുള്ളതായിരിക്കും വരിക. നമുക്ക് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അൺവാണ്ടഡ് തോട്ട്സ് ആണ്, സെക്ഷൽ തോട്ട്സ് ആണ് അടുത്തത്. അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട്സ് വരിക, അത്രേ ഉള്ളൂ. റിപ്പീറ്റഡ് തോട്ട്സ് അതൊക്കെ തന്നെയാണ്. മറ്റേ നമ്മൾ ഡോർ ലോക്ക് ചെയ്തോ എന്നുള്ള ഡൗട്ട് വരിക, അതൊരു തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുക, ലോക്ക് ചെയ്തോ എന്നുള്ള തോട്ട് വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയോ എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, അതാണ് റിപ്പീറ്റഡ് ഡൗട്ട്സ്. അതൊക്കെ തന്നെ. അടുത്തത് കമ്പൾഷൻ്റെ നോക്കാം. എക്സസീവ് ഹാൻഡ് വാഷിംഗ്, കൈകൾ ആവർത്തിച്ച് കഴുകുക. റിപ്പീറ്റഡ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വീണ്ടും പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ കൗണ്ടിങ്, എണ്ണിക്കൊണ്ടേയിരിക്കുക. പിന്നെ അറേഞ്ചിങ് ഒബ്ജക്ട്സ് റിപ്പീറ്റഡ്ലി, ഇപ്പോൾ വസ്തുക്കൾ വീണ്ടും എന്തെങ്കിലും ഒരു വസ്തുക്കൾ വീണ്ടും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, നമ്മളിപ്പോൾ ഒരു ബുക്ക് വെച്ചു, ആ ബുക്ക് ചിലപ്പോൾ വീഴാനായിട്ടുണ്ടാവും, ചിലപ്പോൾ വീഴുന്നത് പോലെ ജസ്റ്റ് ടേബിളിൽ വെച്ചിട്ടുണ്ടാകും, കുറച്ച് പുറത്ത് കയറ്റവും കുറച്ച് അകത്ത് കയറ്റമായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടുള്ള ഒരാൾ അതുപോലെ എന്ത് ചെയ്യും, നേരെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഷെൽഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ച് അതെല്ലാം ഒതുക്കി വെച്ച് ഒക്കെ വരാം. അതാണ് അറേഞ്ചിങ് ഒബ്ജക്ട്സ് റിപ്പീറ്റഡ്ലി പറയുന്നത്. പിന്നെ സീക്കിങ് റെസിഡൻസ് ആണ്.
മറ്റുള്ളവരോട് ഉറപ്പ് ചോദിക്കുക. അങ്ങനത്തെ ഒരു വേർഡാണ് വരുന്നത്. മറ്റുള്ളവരോട് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി, ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തു, അത് ഇപ്പോൾ ഇത് മതിയോ ഇത് മതിയോ ഇത് മതിയോ അങ്ങനെ ഒരു ഉറപ്പ് അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, അതാണ് അത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സിംറ്റംസ് ഇത്രയേ ഉള്ളൂ. അടുത്തത് നമുക്ക് കോഴ്സ് നോക്കാം. ബയോളജിക്കൽ കോഴ്സ്, സൈക്കോളജിക്കൽ കോഴ്സ്, സോഷ്യൽ കോഴ്സ്, ഇത്രയും കോഴ്സുകളാണ് വരുന്നത്. ബയോളജിക്കൽ കോഴ്സസിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നുണ്ട്. സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഗ്ലൂട്ടാമൈറ്റ്, ജെനറ്റിക്സ്, ഇതിലൊക്കെയാണ് ബയോളജിക്കൽ ആയിട്ട് വരുന്നത്. ഇപ്പോൾ സെറോട്ടോണിൻ, ലോ സെറോട്ടോണിൻ ആക്ടിവിറ്റി മേ കോൺട്രിബ്യൂട്ട് ടു OCD സിംറ്റം. സെറോട്ടോണിൻ്റെ അസന്തുലിതാവസ്ഥ ലക്ഷണങ്ങൾക്ക് കാരണം, അതായത് നമ്മുടെ OCD ലക്ഷണങ്ങൾക്ക് സെറോട്ടോണിൻ്റെ അസന്തുലിതാവസ്ഥ കാരണം ഉണ്ടാവാം. ഡോപ്പമൈൻ അബ്നോർമൽ ഡോപ്പമൈൻ ഫംഗ്ഷനിങ് മേ ഇൻക്രീസ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ്. ഡോപ്പമൈൻ്റെ പ്രവർത്തന വ്യതിയാനം ആവർത്തന സ്വഭാവമുള്ള പെരുമാറ്റങ്ങൾ വർദ്ധിപ്പിക്കാം. അതാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലൂട്ടാമേറ്റ് ആണ്. റിസർച്ച് സജസ്റ്റ് എക്സസീവ് ഗ്ലൂട്ടാമേറ്റ് ആക്ടിവിറ്റി മേ പ്ലേ എ റോൾ. ഓക്കെ, ഗ്ലൂട്ടാമേറ്റിന്റെ അമിത പ്രവർത്തനം OCDയുമായി ബന്ധപ്പെട്ടതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, അടുത്ത ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബത്തിൽ OCD ഉള്ളവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ജെനറ്റിക് ആയിട്ട് പറയുന്നത്. അടുത്ത സൈക്കോളജിക്കൽ കോഴ്സ് ആണ്. പെർഫെക്ഷനിസം, എക്സസീവ് റെസ്പോൺസിബിലിറ്റി, ഇൻടോളറൻസ് ഓഫ് അൺസർട്ടനിറ്റി, നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ്, ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ കോഴ്സിൽ വരുന്നത്. പെർഫെക്ഷനിസം എന്താ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള സംഭവമാണ്. പിന്നെ അമിത ഉത്തരവാദിത്ത ബോധം, അതാണ് എക്സസീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അനിശ്ചിതത്വം സഹിക്കാനാകാത്ത നെഗറ്റീവ് ചിന്താശൈലികളൊക്കെ, നെഗറ്റീവ് ചിന്താശൈലികൾ, നമുക്ക് സഹിക്കാനാകാത്ത ചിന്താശൈലികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണത്. സോഷ്യൽ കോഴ്സസുകൾ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്, ട്രോമ, ഫാമിലി കോൺഫ്ലിക്റ്റ്, ചൈൽഡ്ഹുഡ് അഡ്വേർസിറ്റി. അഡ്വേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ കോഴ്സിൽ വരുന്നത്. ജീവിത കടുത്ത സമ്മർദ്ദങ്ങൾ, അഗാധകരമായ അനുഭവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ബാല്യകാല ബുദ്ധിമുട്ടുകൾ, ചൈൽഡ്ഹുഡ് അഡ്വേർട്ടീസ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് ഫാക്ടർ ആണ്. അപകട സാധ്യത വർദ്ധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഹാവിങ് എ പാർട്ട്ണർ ഓർ സിബ്ലിംഗ്സ് വിത്ത് OCD ഇൻക്രീസസ് റിസ്ക്. ഓക്കെ, മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ OCD ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. നമ്മൾ ജെനറ്റിക്സിൽ, നമ്മുടെ കോഴ്സസിൽ പറയും, ബയോളജിക്കൽ കോഴ്സസിൽ നമ്മൾ ജെനറ്റിക്സിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ജെനറ്റിക്സ് ഫാക്ടേഴ്സ്, സർട്ടൻ ഇൻഹെറിറ്റഡ് ജെൻസ് മേ ഇൻക്രീസ് വൾനറബിലിറ്റി. ഇപ്പോൾ ജനിതക ഘടകങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്ന ചില ജീനുകൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ബ്രെയിൻ സ്ട്രക്ചർ ഡിഫറൻസസ്, അബ്നോർമൽ ബ്രെയിൻ സർക്യൂട്ട്സ് ലിങ്ക് ടു OCD. മസ്തിഷ്ക പ്രവർത്തന വ്യത്യാസങ്ങൾ, ചില നാഡീവ്യൂഹങ്ങളുടെ അസാധാരണ പ്രവർത്തനം. നമ്മൾ അസന്തുലിതാവസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലോ, മസ്തിഷ്ക പ്രവർത്തന വ്യത്യാസങ്ങൾ, ചില നാഡീവ്യൂഹങ്ങളുടെ അസാധാരണ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ പറയുന്നുണ്ട്, സെറോട്ടോണിൻ, ഡോപ്പമൈൻ, അങ്ങനത്തെ ഗ്ലൂട്ടാമേറ്റ്, ഇതിലൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അസന്തുലിതാവസ്ഥ കൊണ്ടും നമുക്കിത് ഇങ്ങനെ ഉണ്ടാവാം എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അതന്നെയാണ് ഇതിൽ പറയുന്നത്, മസ്തിഷ്ക പ്രവർത്തന വ്യത്യാസങ്ങളിലുള്ള കാര്യങ്ങൾ. അടുത്തത് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്, ലോസ്, എക്സാംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ട്രോമ ക്യാൻ ട്രിഗർ സിംറ്റംസ്. ഇതൊക്കെയാണ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ കോഴ്സസിൽ നമ്മളിതൊക്കെ പറഞ്ഞതാണ്. പരീക്ഷ, ജോലി, അല്ലേ, നഷ്ടങ്ങൾ എന്നിവ ഇതെല്ലാം നമുക്ക് ബാധിക്കും. ഓക്കെ, ചൈൽഡ്ഹുഡ് ട്രോമ, അബ്യൂസ്, നെഗ്ലക്റ്റ്, സിവിയർ ഇമോഷണൽ സ്ട്രെസ് ഒക്കെ നമുക്ക് ചെറുപ്പത്തിലുണ്ടാകുന്ന പീഡനങ്ങൾ, അവഗണന, മാനസികാഘാതങ്ങളൊക്കെ കാരണമാകാം. ഓക്കെ, പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് അടുത്തത്. ഇപ്പോൾ അമിത ജാഗ്രത, അല്ലേ, അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ അമിതമായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടടുത്ത് അവിടെ അമിതമായി അവരവിടെ ജാഗ്രത കൊടുക്കും. നിയന്ത്രണ ആവശ്യം, അതൊക്കെയാണ് പറയുന്നത് പേഴ്സണൽ ട്രൈറ്റിൽ. അടുത്തത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് OCD സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. നോക്കാം. എ പേഴ്സൺ മസ്റ്റ് ഹാവ്. ഓക്കെ, ഒബ്സഷൻ, കമ്പൾഷൻ ഓർ ബോത്ത്. ഒബ്സഷൻ അല്ലെങ്കിൽ കമ്പൾഷന് അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ലക്ഷണങ്ങൾ. ഇപ്പോൾ അടുത്ത പോയിന്റ്, ലക്ഷണങ്ങൾ ദിവസത്തിൽ 1 മണിക്കൂർ കൂടുതൽ സമയം എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ അധികം OCDയുടെ ലക്ഷണങ്ങൾ കാണിക്കണം. പിന്നെ അടുത്തത്, ഇപ്പോൾ നമ്മൾ പഠനം, ജോലി, സാമൂഹിക ജീവിതം എന്നിവയെ ബാധിക്കണം. അതായത് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കണം. ഈ കാരണങ്ങളെല്ലാം ഡെയിലി ലൈഫിനെ ബാധിക്കണം. പിന്നെ മരുന്നുകളോ മറ്റു രോഗങ്ങളോ കാരണം അല്ലാതായിരിക്കണം ഇതുണ്ടാവേണ്ടത്. നമ്മുടെ ഈ ഓരോ ലക്ഷണങ്ങൾ നമുക്ക് മരുന്നിൻ്റെയോ ഒന്നിൻ്റെയും എഫക്റ്റ് ആവരുത്. നോട്ട് കോസ്ഡ് ബൈ സബ്സ്റ്റൻസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ, പിന്നെ നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ അനദർ മെന്റൽ ഡിസോർഡർ. മറ്റൊരു മാനസിക രോഗം കൊണ്ട് കൂടുതൽ നന്നായി വിശദീകരിക്കാൻ കഴിയരുത്. ഓക്കെ,
ഇതിന് ഡ്യൂറേഷൻ ഇത്രേ പറയുന്നുള്ളൂ. OCD നമുക്ക് അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു കുറഞ്ഞ കാലാവധി ഒന്നും നിർബന്ധമില്ല. എന്നാൽ ലക്ഷ്യങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കണം. ദിവസത്തിൽ 1 മണിക്കൂർ കൂടുതൽ സമയം എടുത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് OCD ആണെന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ ആ വ്യക്തിയുടെ ജീവിതശൈലിയിൽ, ഡെയിലി ലൈഫിനൊക്കെ അത് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ട്രീറ്റ്മെന്റ്സ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT. ഓക്കെ, ഇത് മോസ്റ്റ് എഫക്റ്റീവ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലും OCDക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ, ERP എന്ന് പറയും. പിന്നെ മെഡിക്കേഷൻസ്, അതേപോലുള്ള കാര്യങ്ങൾ, ഫാമിലി തെറാപ്പീസ്, ഇതൊക്കെയാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാതും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നോട്ട്സ് വായിച്ച് നോക്കുക, എന്നിട്ട് വായിച്ചിട്ട് എഴുതുക. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇത് OCD എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ കോസസ് ആണെങ്കിലും നമ്മുടെ സിംറ്റംസ് ആണെങ്കിലും ഒക്കെ നമുക്ക് പരിചിതമാണ്. സിംറ്റംസ് ഒക്കെ അല്ലേ നമുക്ക് കേട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ കേട്ട് നമുക്ക് പരിചിതമാണ്. അപ്പോൾ ചെറിയ നോട്ട്സൊക്കെയാണ്, വായിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയിട്ട് നോട്ട്സൊക്കെ എഴുതുക. ഒബ്സസീവ് കമ്പൾസീവിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, ഒബ്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ആവർത്തിച്ച് കടന്നു വരുന്ന, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള അനാവശ്യ ചിന്തകൾ, പ്രേരണകൾ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോർ ലോക്ക് ആക്കിയോ എന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ടേ ഇരിക്കുക. ആ ചിന്ത നമ്മൾ പ്രവൃത്തിയാവും. ആ ചിന്ത നമ്മൾ പോയി ചെക്ക് ചെയ്യും അല്ലേ, നമ്മൾ ലോക്കാക്കിയിട്ടുണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്യും. ആ ഒരു ചെക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമാണ് കമ്പൾസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ചിന്ത പ്രവൃത്തിയിലേക്ക് വരുന്നതാണ് ഒബ്സസീവ് കമ്പൾസീവ് എന്ന് പറയുന്നത്. ഒബ്സസീവ് അൺവാണ്ടഡ് റിപ്പീറ്റഡ് തോട്ട്സ്, കമ്പൾസീവ് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആക്ഷൻ ദെൻ ടു റെഡ്യൂസ് ആൻസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും. ഓക്കെ, ബൈ.